ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഞാൻ കടലക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു സവാളയാണ്, പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി അത് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ സവാള മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കടല. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ഒന്നായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നന്നായിട്ട് കടല കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത കടല ഞാൻ കുക്കറിലേക്ക് ഇടുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സവാള മുറിച്ചത്, പച്ചമുളക് ഇതെല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യമായ കടല വേവാൻ പാകത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു 6 വിസിൽ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. 6 വിസിൽ വന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കടല നമ്മുടെ പാകത്തിന് വെന്ത് കിട്ടും. ശേഷം ഞാൻ വലിയ ജീരകം 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, 2 ഏലക്ക, പട്ട, ഗ്രാമ്പൂ എന്നിവ എടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാക്കിയിട്ട് ഞാൻ ആദ്യം അതിലേക്ക് ഇടുന്നത് വലിയ ജീരകമാണ്. അതൊന്ന് ചൂടായി വരുമ്പോൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് ചൂടായ ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ 2 കൈപ്പിടി തേങ്ങയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ആളുകളുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്പോൾ ആളുകൾ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 3 ആൾക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റായി വന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ ആയി തുടങ്ങിയാൽ നമ്മൾ അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല കൂടി പോവാതെ നോക്കാൻ ശ്രദ്ധിക്കുക. കൂടിയാൽ കറിയുടെ ടേസ്റ്റിൽ മാറ്റം ഉണ്ടാവും. എന്നിട്ടിത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ മസാല ഒക്കെ ഒന്ന് റെഡിയായി വന്നാൽ നല്ല മസാല ഒന്ന് ചൂടാവണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. അപ്പോൾ മസാല ഒക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഏകദേശം ഇത് സെറ്റായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് വേവിച്ച് വെച്ച കടല കുറച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം നന്നായിട്ട് ഇതൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതൊന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് നമ്മൾ അരച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. അതിനുശേഷം കടലയിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അരപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടി തന്നെ നമ്മുടെ കറി കിട്ടിയിട്ടുണ്ട്. കൂടുതൽ കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നീട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടലക്കറി, നല്ല രുചിയുള്ളൊരു കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.